ഹായ്, ഏറെ രസകരമായ ഏറ്റവും പുതിയ ചലച്ചിത്രം ദുരന്തർ. ആദിത്യ ദർ എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രത്തിൽ രൺവീർ സിംഗും അക്ഷയ് ഖന്നയും സഞ്ജയ് ദത്തുമടക്കം നിരവധി താരങ്ങൾ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. ഏറെ രസകരമായ ചലച്ചിത്രത്തിന്റെ ഒരു കഥാസംഗ്രഹം നമുക്ക് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യുകയും ഹൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് 1999 കാണ്ഡഹാർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യൻ എയർലൈൻ എയർബസായ IC-814 പാകിസ്ഥാനി തീവ്രവാദിയായ സഹൂർ മിസ്ത്രിയും സംഘവും ചേർന്ന് ഹൈജാക്ക് ചെയ്തിരുന്നു. അന്ന് പാസഞ്ചേഴ്സിനെ മോചിപ്പിക്കാനും തീവ്രവാദികളുമായി ചർച്ച നടത്താനും ഇന്റലിജൻസ് ബ്യൂറോ അഥവാ IB-യുടെ ഡയറക്ടറായ അജയ് സന്യാലും എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ മിനിസ്റ്ററായ ദേവ്രാജ് കപൂറും പോയി. അവരുമായി നീണ്ട ചർച്ചകൾ ചെയ്തു. തീവ്രവാദികളുടെ ആവശ്യം അവരുടെ കൂട്ടാളികളായ തടവിലുണ്ടായിരുന്ന 3 തീവ്രവാദികളെ വിട്ടയക്കണം, കൂട്ടത്തിൽ $10 മില്യൺ അവർക്ക് നൽകണമെന്നുമായിരുന്നു. നിരവധി ഇന്ത്യക്കാരായ പാസഞ്ചേഴ്സാണ് വിമാനത്തിലുള്ളത്. അവരുടെ ജീവൻ രക്ഷിക്കാൻ മറ്റു വഴികളില്ലാതെ തീവ്രവാദികളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ അവർ മുട്ടുമടക്കി. പക്ഷേ ഇതെല്ലാം വലിയ അപകടത്തിലേക്ക് എത്തിക്കും എന്നന്നത്തെ IB ചീഫായ അജയ് സന്യാൽ പറഞ്ഞിരുന്നു. പാകിസ്ഥാനാണിതിന് പിന്നിലെന്ന് അറിയാമായിരുന്നിട്ടും ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മറ്റ് രാജ്യങ്ങളുടെ കണ്ണിൽ അവർക്ക് നേരിട്ട് ഒരു ബന്ധവും കാണാൻ സാധിച്ചില്ല. മാത്രമല്ല അമേരിക്കയുടെയും ഗൾഫ് കൺട്രീസിന്റെയും അടക്കം സപ്പോർട്ട് വലിയ തോതിൽ പാകിസ്ഥാൻ ആ സമയം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് 2001 അടുത്ത തീവ്രവാദാക്രമണം നടക്കുന്നത്. പാർലമെന്റ് ആക്രമണം, വലിയ വെടിവെപ്പും ഷൂട്ടൌട്ടുമൊക്കെ നടന്നു. കാണ്ഡഹാർ ഓപ്പറേഷൻ നയിച്ച തീവ്രവാദികളായ സഹൂർ മിസ്ത്രിയും സംഘവുമാണ് പാർലമെന്റ് ആക്രമണത്തിലും ഉണ്ടായിരുന്നത്. തീവ്രവാദികളെ ഇന്ത്യ കൊന്നുതള്ളിയെങ്കിലും അവരെ പറഞ്ഞയച്ച രാജ്യത്തിനെതിരെ ഒന്നും തന്നെ ചെയ്യുവാൻ ഇന്ത്യക്കപ്പോഴും സാധിച്ചില്ല. UN-ന്റെ അടുക്കൽ വരെ അന്ന് ഇന്ത്യ പോയിരുന്നതാണ്. പക്ഷേ വേണ്ട വിധത്തിൽ സഹായമോ നടപടികളോ ഉണ്ടായില്ല. പിന്നീടാണ് ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല എന്ന് തീരുമാനിച്ച് ഒരു പ്രപ്പോസലുമായി അജയ് സന്യാൽ മീറ്റിംഗിനെത്തുന്നത്. പ്രതിരോധ മന്ത്രിയും റോ ചീഫുമായും അജയ് സന്യാൽ സംസാരിച്ചു. താൻ അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ചില ആശയങ്ങൾ തന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ അതിൽ പലതും മിനിസ്ട്രിക്കും പ്രൈം മിനിസ്റ്റർക്കുമൊന്നും തീരെ പറ്റുന്നതായിരുന്നില്ല. പക്ഷേ അതിലെ ഒരാശയം, മിഷൻ ദുരന്തർ എന്ന ആശയം, അത് പ്രൈം മിനിസ്റ്റർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നടപ്പിലാക്കാനുള്ള നടപടികളിലേക്കും അവർ കടക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ഏജന്റിനെ പാകിസ്ഥാനിലേക്ക് അയച്ച് ഇന്റേണൽ വിവരങ്ങൾ ചോർത്തുക എന്നതായിരുന്നു ആ തന്ത്രം. അഫ്ഗാനിസ്ഥാൻ ബോർഡർ വഴി തന്റെ ഏജന്റായ ഹംസ അലി മസാരിയെ സന്യാൽ പാകിസ്ഥാനിലേക്ക് കടത്തി. അങ്ങനെ ഹംസ കറാച്ചിയിലെ ലൈരിയിൽ എത്തിച്ചേരുകയാണ്. ഒരു ബലോജായിട്ടായിരുന്നു ഹംസ ലൈരിയിലേക്ക് എത്തിച്ചേരുന്നത്. ബലോജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാനതൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇറാനും ഇടയിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമുണ്ട്, ബലൂചിസ്ഥാൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇടം. പക്ഷേ പിന്നീട് കാലാന്തരത്തിൽ ഇറാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി ആ ഇടത്തെ വീതിച്ചെടുത്തു. കൂടുതൽ ഏരിയ പാകിസ്ഥാന്റെ പക്കലാണ് ഉള്ളതെന്നതുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കാൻ ബലൂജുകൾ പണ്ടുതൊട്ടേ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി പാകിസ്ഥാൻ ആർമിയുമായി അവർ ഫൈറ്റും നടത്തുന്നുണ്ട്. ബലൂജുകൾ പാകിസ്ഥാൻ എതിരെ നിൽക്കുന്നു എന്നതുകൊണ്ട് പാക് ജനതയിൽ ഭൂരിഭാഗത്തിനും ബലൂച്ച് ജനതയെ കണ്ടുകൂടാ, പ്രത്യേകിച്ചും പാഷ്തൂസ് എന്ന് വിളിക്കപ്പെടുന്ന പത്താൻ വിഭാഗക്കാർക്ക്. ഹംസ അങ്ങനെ ലിയാരിയിൽ എത്തിച്ചേർന്നു. കറാച്ചിയിലെ തന്നെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയ സിറ്റിയാണ് ലിയാരി എന്നറിയപ്പെടുന്നത്. ലിയാരിയിലെ ഒരു ജ്യൂസ് കടയിലേക്കായിരുന്നു ഹംസ ആദ്യമേ എത്തിച്ചേർന്നത്. ഒരു തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിച്ച ശേഷം ജ്യൂസ് കട നടത്തുന്ന വ്യക്തിക്കടുത്ത് ചെന്ന് അവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന മട്ടിൽ ഹംസ ചോദിച്ചു. ഇല്ല, പോയിട്ട് വൈകിട്ട് വാ എന്ന മട്ടിലൊക്കെ പറഞ്ഞ് ഹംസയെ അതിന്റെ ഓണർ ആട്ടിയോടിക്കുകയായിരുന്നു ചെയ്തത്. ഹംസ രാത്രി വരെ അവിടെ കാത്തുനിന്നു. കടയടച്ചപ്പോൾ അങ്ങോട്ടേക്ക് എത്തി. പക്ഷേ ഈ സമയം അങ്ങോട്ടേക്കൊരു ഗ്യാങ് കടന്നു വന്നു. അവിടുത്തെ പ്രധാന ഗ്യാങ്സ്റ്റർ സംഘത്തിലെ ഏതൊരു ടീമിലെ മെമ്പേഴ്സാണ്. അവർ ഹംസ ബലൂജാണോ എന്നൊക്കെ ചോദിച്ച് ഹംസയുടെ ഐഡന്റിറ്റി പരിശോധിക്കാനും ഹംസയെ ഉപദ്രവിക്കാനും ആരംഭിച്ചു. ഹംസ തിരിച്ചടിച്ചപ്പോൾ അവർ ഹംസയെ കണക്കിന് ബുദ്ധിമുട്ടിച്ചു, ഉപദ്രവിച്ചു. ഒടുവിൽ ഹംസ താഴെ വീണു. കൃത്യസമയത്ത് ആ ഭാഗത്തേക്ക് പോലീസ് വന്നതുകൊണ്ട് ഹംസയെ ഉപേക്ഷിച്ച് ആ ഗ്യാങ്സ്റ്റേഴ്സ് ഓടിപ്പോയി. പിറ്റേന്ന് പുലർച്ചെ തലേദിവസം താൻ ജ്യൂസ് കടയിൽ ചെന്ന് ജോലി ചോദിച്ച അതേ വ്യക്തി ഹംസയുടെ അടുത്തെത്തി. അവന് ഭക്ഷണം കൊടുത്തു. എന്താ പേരെന്ന് ചോദിച്ചു. ഹംസ അലി മസാരി എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. വീണ്ടും ചോദിച്ചെങ്കിലും അതേ പേരവൻ റിപ്പീറ്റ് ചെയ്തു. പിന്നീട് വരാൻ പറഞ്ഞ് അദ്ദേഹം ഹംസയെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. കടയിലെ ഓരോ ജോലികളും പഠിപ്പിച്ചു. പതിയെ പതിയാണ് വ്യക്തമാകുന്നത് ആ ജ്യൂസ് കട നടത്തുന്ന വ്യക്തിയും യഥാർത്ഥത്തിൽ ഒരു ഏജന്റാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഏജന്റായി പാകിസ്ഥാനിലേക്ക് എത്തപ്പെട്ട് ഫേക്ക് ഐഡന്റിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു.
തുടങ്ങുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ആ ചുറ്റുപാടുകളെ പറ്റിയും ഗ്യാങ്ങുകളെ പറ്റിയും പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റിയുമൊക്കെയുള്ള വിവരങ്ങൾ ഹംസ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ലിയാരിയിൽ പ്രധാനമായും 2 ഗ്യാങ്ങുകളാണുള്ളത്. ഒന്നിന്റെ ലീഡർ റഹ്മാൻ ദക്കായിത്ത് ആണ്. അടുത്തതിന്റെ ലീഡർ ബാബു ദക്കായിത്ത്. യാഥാർത്ഥ്യത്തിൽ ബാബു ദക്കായിത്തിന്റെ അവിഹിത ബന്ധത്തിലെ മകനാണ് റഹ്മാൻ എന്നാണ് പറയപ്പെടുന്നത്. ആ വിവരം അറിഞ്ഞെന്ന് റഹ്മാൻ തന്റെ അമ്മയെ കൊന്നു എന്നും ഒരു സംസാരമുണ്ട്. എന്തായാലും 2 വശത്ത് 2 ഗ്യാങ്ങുകളായി അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ റഹ്മാന്റെ ഗ്യാങ്ങിന് പാകിസ്ഥാൻ അവാമി പാർട്ടി അഥവാ PAPയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. PAPക്ക് വേണ്ടി ലിയാരിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റഹ്മാൻ ദക്കായിത്തും ടീമുമാണ്. ഇതിൽ ബാബു ദക്കായിത്തിനും ശത്രുക്കൾക്കും വലിയ പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് അവസരം കിട്ടിയാൽ റഹ്മാനെ തിരിച്ചടിക്കാൻ അവർ നോക്കിയിരിക്കുന്നുമുണ്ട്. ലൈരയിൽ ആര് വിജയിക്കുന്നു അതിനനുസരിച്ചായിരിക്കും കറാച്ചി മൊത്തത്തിലുള്ള വിജയം തീരുമാനിക്കപ്പെടുക. കറാച്ചി ആര് ഭരിക്കുന്നോ അവരായിരിക്കും പാകിസ്ഥാനും ഭരിക്കുക. അതാണ് അതുവരെ പാകിസ്ഥാനിൽ നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളുടെയും പ്രധാന നോട്ടസ്ഥലമാണ് കറാച്ചിയിലെ ലൈരി. ഇതിലെ പ്രധാനപ്പെട്ട 2 ഡോണുകൾക്കപ്പുറം മറ്റൊരാൾ കൂടിയുണ്ട്. അർഷാദ് പപ്പു എന്നാണ് അയാളുടെ പേര്. അയാളും അധികാരം കൈയാളാനും ലൈരി പിടിച്ചെടുക്കാനും എപ്പോഴും ശ്രമിക്കുന്നുമുണ്ട്. റഹ്മാൻ ഡക്കോയിറ്റിനെ റഹ്മാൻ ബലോയിച്ച് എന്നാണ് വിളിക്കാറുള്ളത്. റഹ്മാൻ ബലോയിച്ച് പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല അവിടുത്തെ ബലോയിച്ച് ജനതയ്ക്ക് മുമ്പിൽ റഹ്മാൻ അവരുടെ നേതാവ് കൂടിയായിരുന്നു. ലൈരി എന്ന ആ നഗരത്തിന്റെ ഒരു ഭാഗം റഹ്മാൻ ബലോച്ച് ഭരിക്കുമ്പോൾ ബാക്കി 2 ഭാഗം ഭരിച്ചിരുന്നത് മറ്റ് 2 ഡോണുകളും കൂടി ചേർന്നിട്ടായിരുന്നു. റഹ്മാനെ ഒതുക്കുവാൻ വേണ്ടി ബാബു ഡക്കോയിറ്റും അർഷാദ് പാപ്പുവും ഒന്നിച്ച് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ മാഫിയ സംഘത്തിന്റെ ഗ്യാങ്ങുകളിൽ ഏതെങ്കിലും ഒന്നിൽ കയറിപ്പറ്റണം എന്നതായിരുന്നു അവിടെ എത്തിയ ഹംസയുടെ പ്രധാന ഉദ്ദേശം. അതാണ് ഹംസയ്ക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ ടാസ്കും. പക്ഷേ അതത്ര എളുപ്പമല്ല. ഒരു ബലൂജായി അവിടെ എത്തിയിരിക്കുന്നത് കൊണ്ട് റഹ്മാൻ ബലൂച്ചിന്റെ ഗ്യാങ്ങിലെ ഹംസയ്ക്ക് കയറാൻ സാധിക്കൂ. അതിന് കൃത്യ അവസരത്തിന് വേണ്ടി കാത്തിരിക്കണം. ഒരു കൊല്ലക്കാലം കടന്നുപോയി. ഒടുവിൽ അവർക്ക് മുമ്പിലേക്ക് ഒരു അവസരം വന്നെത്തി. അവിടുത്തെ ഒരു ഗ്യാങ്ങിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഇന്ത്യൻ ഏജന്റ് വഴിയായിരുന്നു അവർക്ക് ആ വിവരം ലഭിച്ചത്. റഹ്മാൻ ഡക്കോയിത്തിന്റെ മൂത്ത മകന്റെ സുഹൃത്ത് വിവാഹിതനാവുന്നുണ്ട്. അങ്ങോട്ടേക്ക് ആ വിവാഹത്തിന് റഹ്മാൻ ഡക്കോയിത്തിന്റെ മൂത്ത മകൻ എത്തിച്ചേരും. ബാബു ഡക്കോയിത്തും അർഷാദ് പാപ്പുവും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് ഒരു ആക്രമണം നടത്തുക, റഹ്മാന്റെ മകനെ കൊല്ലുക. ഹംസയും മറ്റ് ഏജന്റുകളും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി. അന്ന് റഹ്മാന്റെ മകനെ അവർ ചേർന്ന് സംരക്ഷിക്കും. ആ ഹീറോയിക് ആക്ട് മുഖേന റഹ്മാന്റെ മുമ്പിലെത്തി റഹ്മാന്റെ സംഘത്തിൽ ഒരു സ്ഥാനം പിടിച്ചെടുക്കും. അങ്ങനെ ആ വിവാഹ ചടങ്ങിന്റെ ദിവസം എത്തി. അവിടെ ജ്യൂസ് ഉണ്ടാക്കാനും അത് സപ്ലൈ ചെയ്യാനുമായി ഹംസയും സംഘവും അവിടെ ഉണ്ടായിരുന്നു. അധികം വൈകാതെ റഹ്മാന്റെ മൂത്ത മകൻ കടന്നു വന്നു, നയീം ബലോച്ച്. തൊട്ടുപുറകെ റഹ്മാന്റെ ഇളയ കുട്ടിയും വന്നു, ഫൈസൽ. അതോടെ ആരാരെ സംരക്ഷിക്കും എന്ന മട്ടിൽ അവർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. നയീമിനെ താൻ സംരക്ഷിച്ചോളാമെന്നും ഫൈസലിന്റെ കാര്യം താങ്കൾ നോക്കണം എന്നും ഹംസ കൂടെയുണ്ടായിരുന്ന ഏജന്റിനെ പറഞ്ഞേൽപ്പിച്ചു. അധികം വൈകിയില്ല. ശത്രുക്കൾ തോക്കേന്തി അങ്ങോട്ടേക്ക് എത്തി നയീമിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പിന്നെ അവിടെ നടന്നത് ഷൂട്ടൌട്ടായിരുന്നു. നയീമിനെ സംരക്ഷിക്കാൻ ഹംസ ശ്രമിച്ചു. കൂട്ടത്തിൽ ഫൈസലിനെയും അവൻ സംരക്ഷിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഷൂട്ടൌട്ടൊക്കെ അവസാനിച്ചപ്പോൾ നയീമിന്റെ ദേഹത്ത് ബുള്ളറ്റ് തുളഞ്ഞു കയറിയിരുന്നു. നയീം കൊല്ലപ്പെട്ടു. എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതിന് സാക്ഷിയായി റഹ്മാൻ ബലൂജിന്റെ ഇളയ മകൻ ഫൈസലും അവിടെയുണ്ട്. ഉടൻ ഹംസയുടെ ബുദ്ധി ഉണർന്നു പ്രവർത്തിച്ചു. വെടിയേറ്റ് നയീം മരണാസന്ന നിലയിലാണ് എന്ന മട്ടിലായിരുന്നു ഹംസ അഭിനയിച്ചത്. ഉടനടി ഒച്ചയും ബഹളവും കൂട്ടി നയീമിനെ രക്ഷിക്കാനെന്ന മട്ടിൽ ആശുപത്രിയിലേക്ക് ഫൈസലെയും കൂട്ടിക്കൊണ്ട് അവർ പാഞ്ഞു. അവിടെ എത്തിയപ്പോഴേക്കും നയീം കൊല്ലപ്പെട്ടിരുന്നു. റഹ്മാൻ ഡക്കോയിറ്റ് അഥവാ റഹ്മാൻ ബലൂജ് വരുന്നവരെ ഹംസയും കൂട്ടാളിയും അവിടെ കാത്തുനിന്നു. ഫൈസലിനെ അവർ ചേർത്തു പിടിച്ചിരുന്നു. വൈകാതെ റഹ്മാൻ ഡക്കായിത്ത് അങ്ങോട്ടേക്ക് കടന്നു വന്നു. തന്റെ കസിനും സഹോദരനുമായ ഉസൈർ ബലോച്ചിനൊപ്പമായിരുന്നു അങ്ങോട്ടേക്ക് റഹ്മാൻ എത്തിച്ചേർന്നത്. കൊല്ലപ്പെട്ട് കിടന്ന മകന്റെ മൃതശരീരം അയാൾ ഗൗരവത്തോടെ നോക്കിക്കണ്ടു. വല്ലാത്തൊരു വെറി, ദേഷ്യം ഇരുവരിലും ഉണരുന്നുണ്ടായിരുന്നു. തൊട്ടു പുറകെയാണ് അങ്ങോട്ടേക്ക് ആ വിവരമറിഞ്ഞ വല്ലാത്തൊരു ഡ്രാമയുമായി PAP പാർട്ടിയുടെ അവിടുത്തെ MLAയും ലീഡറുമായ ജമീൽ ജമാലി കടന്നു വരുന്നത്. ഡ്രാമയൊക്കെ കാണിച്ച് അങ്ങോട്ടേക്കെത്തിയ അയാൾ റഹ്മാനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച ശേഷം മൃതദേഹം കാണാൻ പോയി. ബാബു ഡക്കായിത്തിനെ താൻ വെച്ചേക്കില്ല എന്നൊക്കെ വെറുതെ ഗീർവാണം അടച്ചിട്ടാണ് അയാളുടെ പോക്ക്. ഫൈസലിൽ നിന്നും ഹംസയാണ് തങ്ങളെ രക്ഷപ്പെടുത്തിയത്, സഹോദരനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന വിവരം റഹ്മാൻ അറിഞ്ഞിരുന്നു.
ഉണ്ടായിരുന്നു. ഹംസയോട് അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി ഉസൈർ ബലോച്ച് ചോദിക്കാൻ തുടങ്ങി. ഹംസ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. ആയുധമേന്തി വന്നവരുടെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകളുടെ വിവരങ്ങൾ കൂടി വിശദമായി ഹംസ പറഞ്ഞു. അത് കേട്ടതും ഉസൈർ ചോദിച്ചു, ഈ തോക്കുകളെ പറ്റിയൊക്കെ നിനക്കെങ്ങനെ അറിയാം? എന്റെ സഹോദരൻ ബലോച്ച് ആർമിയിൽ ഉണ്ടായിരുന്നെന്നും അവരാണിതിനെ പറ്റിയൊക്കെ തന്നെ പഠിപ്പിച്ചത് എന്നുമായിരുന്നു ഹംസയുടെ മറുപടി. അവൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവനിപ്പോൾ ഷഹീദായെന്നും തനിക്കിപ്പോൾ ബന്ധുക്കളായും സ്വന്തക്കാരായും ആരുമില്ലെന്നും ഹംസ കൂട്ടിച്ചേർത്തു. ഹംസയ്ക്ക് 1,00,000 പണം കൊടുത്തു വിട്ടേക്കൂ എന്ന് ഉസൈർ തന്റെ ആളോട് പറഞ്ഞപ്പോൾ ഹംസ അത് വേണ്ടെന്ന് പറഞ്ഞ് നിരസിച്ചു. പിന്നാലെ റഹ്മാനെ പൊക്കി 2 വാക്ക് പറഞ്ഞു. ഇവിടുത്തെ ബലൂച്ച് ജനതയുടെ രക്ഷകനും പ്രതീക്ഷയും റഹ്മാൻ സാഹിബാണ്. ബലൂച്ച് ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം എത്രയോ ചെയ്തിരിക്കുന്നു. ഇത് ഞാൻ പണത്തിനു വേണ്ടി ചെയ്തതല്ല. താങ്കൾ ചെയ്തു തന്നതിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണം എന്നേ കരുതിയിട്ടുള്ളൂ. ഹംസയുടെ ആ വാക്കുകൾ റഹ്മാനെയും ഉസൈറിനെയും ഇംപ്രസ് ചെയ്തിരുന്നു. അതോടെ ഹംസയെ തങ്ങളുടെ കൂടെ കൂട്ടാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പതിയെ അവരുടെ വിശ്വാസം പിടിച്ചുപറ്റി ഹംസ അവരുടെ ഗ്യാങ്ങിലെ ഒരു അംഗമായി മാറി. ഏറ്റവും താഴേക്കിടയിലുള്ള അംഗത്തിൽ നിന്ന് ഗ്യാങ്ങിന്റെ വിവരങ്ങൾ ഓരോന്നോരോന്നായി ഹംസ പഠിച്ചു തുടങ്ങി. അവരുടെ ഫസ്റ്റ് കോപ്പി ആയുധ നിർമ്മാണത്തെ പറ്റിയും അതിന്റെ സപ്ലൈയെ പറ്റിയും അവർ പണമുണ്ടാക്കുന്ന വഴികളെപ്പറ്റിയുമെല്ലാം. പക്ഷേ ഇതിനിടയിൽ റഹ്മാൻ ബലൂച്ചിന്റെയും സംഘത്തിന്റെയും ഉള്ളിൽ വല്ലാത്തൊരു പ്രതികാര ബുദ്ധി ആളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലൈരയിൽ ഇലക്ഷൻ വരാൻ പോകുന്ന സമയമാണ്. PAP പാർട്ടിയുടെ പിന്തുണയിലാണല്ലോ എപ്പോഴും റഹ്മാൻ ബലൂച്ചും സംഘവുമുള്ളത്. PAP നേതാവ് ജമീൽ ജമാലി കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കഴിയുന്നവരെ ബാബു ഡക്കയത്തിനും സംഘത്തിനുമെതിരെ ഒരു പ്രതികാര നടപടിക്കും പോവരുത്, അത് ഇലക്ഷനെ ബാധിക്കുമെന്ന്. അതുകൊണ്ട് അവരൊക്കെ അടങ്ങിയൊതുങ്ങിയിരിക്കുകയാണ്. വാർത്തയിലും മറ്റും റഹ്മാൻ ഡക്കോയിത്തും സംഘവും പ്രതികാര നടപടിയൊന്നും ചെയ്യാത്തതിനെ പറ്റിയും ഒതുങ്ങിപ്പോകുന്നതിനെ പറ്റിയുമൊക്കെ വലിയവായിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ റഹ്മാനെ വളരെയധികം ബാധിച്ചു. ഒരിക്കൽ തന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ മുമ്പിലേക്ക് വന്ന് നെയ്മിനെ കൊന്നതിനെതിരെ നമുക്ക് പ്രതികാരം ചെയ്യണ്ടേ, എന്താ വേണ്ടതെന്ന മട്ടിൽ ഓരോരുത്തരോടും റഹ്മാൻ ചോദിച്ചു. റഹ്മാനെ അടക്കി നിർത്താൻ PAP നേതാവ് ജമീൽ ജമാലി ഏൽപ്പിച്ചിരുന്നത് സഹോദരൻ ഉസൈർ ബലോച്ചിനെയായിരുന്നു. ഉസൈർ റഹ്മാനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവർ ഓരോരുത്തരും അങ്ങനെ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഹംസ മാത്രം അതിനെ എതിർത്തു പറഞ്ഞു. ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടിയാണ് പ്രതികാരമൊക്കെ മാറ്റിവെച്ചിങ്ങനെ തുടരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴേ ഇലക്ഷനിൽ തോറ്റുകഴിഞ്ഞു എന്നായിരുന്നു ഹംസ പറഞ്ഞത്. നിങ്ങൾ ബലൂച്ച് ജനതയുടെ ബാദ്ഷയാണ്, രാജാവാണ്. രാജാവിന്റെ മകനെ അവർ കൊന്നുതള്ളി. എന്നിട്ട് നിങ്ങൾ തിരിച്ചടിച്ചില്ലെങ്കിൽ ആ ജനത മുഴുവൻ തലകുനിച്ചു നിൽക്കേണ്ടി വരും. ഇങ്ങനെ തുടർന്നാൽ ഇലക്ഷനിൽ തോൽക്കുകയേ ഉള്ളൂ. ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ ബാബു ഡെക്കോയിറ്റിനെയും അർഷാദ് പാപ്പുവിനെയും ഇല്ലായ്മ ചെയ്ത് അവരുടെ ഇടങ്ങൾ പിടിച്ചെടുത്തേ പറ്റൂ. മുഴുവനായും ജയിക്കണമെങ്കിൽ ഈ ലൈരി മുഴുവൻ നമ്മൾ ഭരിക്കണം, നമ്മുടെ കസ്റ്റഡിയിൽ വരണം. ബാബു ഈ അവസരം നോക്കി തന്നെ നെയ്മിനെ കൊന്നതിന് പിന്നിൽ അവരുടെ ലക്ഷ്യവും അതുതന്നെയാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചടിക്കല്ല. അതുകൊണ്ട് ഇപ്പോഴൊരു ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നുമുണ്ടാവില്ല. ഇതാണ് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റിയ സമയം. അവരുടെ ആളുകളെയൊക്കെ മൊത്തമായി തീർത്ത് അവരുടെ ഇടങ്ങൾ നമുക്ക് പിടിച്ചടക്കാം. ഹംസയുടെ ആ വാക്കുകൾ റഹ്മാന് ശരിയായി തോന്നി. റഹ്മാൻ അതിനുത്തരവിട്ടു. പിന്നീട് അങ്ങോട്ടേക്ക് നടന്നത് ലൈരിയിൽ ഒരു ഗ്യാങ്സ്റ്റർ വാറും വേട്ടയുമായിരുന്നു. ബാബു ഡക്കോയിറ്റിന്റെ ഓരോരോ ആളുകളെയും ഹംസയും റഹ്മാന്റെ സംഘവും ചേർന്ന് കൊലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒക്കത്തിനും നേതൃത്വം കൊടുത്ത് ഉസൈർ ബലൂച്ചും ഹംസയുടെ കൂടെയുണ്ടായിരുന്നു. ഒടുവിൽ ബാബു ഡക്കോയിറ്റിന്റെ ഊഴമെത്തി. ബാബു ഡക്കോയിറ്റിനെ വകവരുത്താൻ റഹ്മാനെ തന്നെ അവർ വിളിച്ചു വരുത്തി. ബാബു എത്തി തൂക്ക കട്ടികൊണ്ട് വളരെ ക്രൂരമായ രീതിയിൽ തന്റെ പിതാവായ ബാബു ഡക്കൈത്തിനെ കൊന്നു. ബാബു ഡക്കൈത്തിന്റെ ഏരിയ കൂടി അവർ അങ്ങ് പിടിച്ചെടുത്തു. ലൈരയുടെ 2/3 ഭാഗവും. അതോടെ ലൈരിയിൽ റഹ്മാനേറെ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായി മാറി. റഹ്മാൻ ബലൂച്ച് പിന്തുണച്ച PAP പാർട്ടിയുടെ നേതാവായ MLA സ്ഥാനാർത്ഥി ജമീൽ ജമാലി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. PAPയുടെ ഇലക്ഷൻ ഫംഗ്ഷനിൽ വളരെ ആവേശത്തോടെ ജമാലി സംസാരിക്കുന്നുണ്ടായിരുന്നു. ലണ്ടനിൽ നിന്ന് ബേനസീർ ഭൂട്ടോ തിരിച്ചെത്തിയാൽ പാകിസ്ഥാന്റെ ഭരണം വരെ നമ്മൾ പിടിച്ചെടുക്കുമെന്ന്. ആ സമയമാണ് അങ്ങോട്ടേക്ക് റഹ്മാൻ ബലൂച്ച് കയറി വരുന്നത്. റഹ്മാന്റെ ജനപിന്തുണ കണ്ട് അക്ഷരാർത്ഥത്തിൽ ജമാലിയുടെ കണ്ണു തള്ളിയിരുന്നു. തന്നേക്കാൾ ഉപരിയായി ജനം റഹ്മാനെ മതിക്കുകയും വില കൊടുക്കുകയും ചെയ്യുന്നു. അന്ന് റഹ്മാനൊപ്പം അങ്ങോട്ടേക്ക് റഹ്മാന്റെ വലങ്കയായി മാറിക്കഴിഞ്ഞിരുന്ന ഹംസയും വന്നെത്തിയിരുന്നു. വർഷം അപ്പോഴേക്കും 2007 കഴിഞ്ഞു. അവിടെ വെച്ചാണ് ജമാലിയുടെ മകൾ യലീനയെ ഹംസ ആദ്യമായി കാണുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവർക്കും പരസ്പരം അട്രാക്ഷൻ തോന്നി. അവളെ തന്റേതാക്കി നിർത്തേണ്ടതിന്റെ ആവശ്യകതയും ഹംസ ചിന്തിച്ചിരിക്കണം. തന്റെ മിഷന് അവളുടെ സാന്നിധ്യം ഉപകാരപ്പെടും. പ്രത്യേകിച്ചും അവളുടെ അച്ഛൻ പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻ ആകുമ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഹംസ ആരംഭിച്ചു. 19 വയസ്സുകാരിയായ ആ പെൺകുട്ടി അതിന്റേതായ വാശിയുള്ള കൂട്ടത്തിലായിരുന്നു. അച്ഛന്റെ പൊളിറ്റിക്സിനോടൊന്നും അവൾക്ക് വലിയ താല്പര്യമില്ല. എല്ലാം മനസ്സിലാക്കി അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ട കാര്യങ്ങളും ഹംസ തന്റെ മനസ്സിൽ കരുതി. ജമീൽ ജമാലി എന്ത് ഭയപ്പെട്ടോ അത് സംഭവിക്കാൻ ആരംഭിച്ചിരുന്നു. റഹ്മാന്റെ ജനപിന്തുണയും മറ്റും കണ്ട്
PAP പാർട്ടിക്ക് പ്രധാനമായി ഫണ്ട് ചെയ്യുന്ന 2 ബിസിനസ്സുകാർ ഖനാനി ബ്രദേഴ്സ് റഹ്മാനുമായി സംസാരിക്കാനെത്തി. PAP പാർട്ടിയെ റഹ്മാൻ പിന്തുണച്ചാൽ അടുത്ത നാഷണൽ ഇലക്ഷനിൽ പാകിസ്ഥാന്റെ ഭരണം തന്നെ കിട്ടും എന്ന മട്ടിൽ അവർ വ്യക്തമാക്കി. കൂട്ടത്തിൽ റഹ്മാൻ ഇലക്ഷനിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ കൂടെയുണ്ട് എന്നൊരു സൂചനയും കൊടുത്തു. അവരൊന്നു ചേർന്നാൽ പ്രശ്നമാകുമെന്ന് PAP നേതാവ് ജമീൽ ജമാലിക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു. അതുകൊണ്ടത് തടയാൻ അയാൾ അങ്ങോട്ടേക്ക് ഓടിയെത്തി. പക്ഷേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നുണ്ടായിരുന്നു. അക്കാര്യം റഹ്മാൻ ബലൂച്ച് തന്നെ ജമീൽ ജമാലിയോടും പറഞ്ഞു. താനൊരു പാർട്ടി ഉണ്ടാക്കി അധികാരത്തിലിരുന്നാലോ എന്ന് ആലോചിക്കുന്നു. പക്ഷെ പേടിക്കണ്ട, അങ്ങനൊരു പാർട്ടി ഉണ്ടാക്കിയാലും നിങ്ങളുടെ പാർട്ടിയുടെ കൂടെയായിരിക്കും ഞാൻ നിൽക്കുക, എന്റെ സ്വതന്ത്രമായ അടയാളത്തോടെ. നിങ്ങളെന്ത് പറയുന്നു? റഹ്മാന്റെ ആ ചോദ്യം ജമാലിനെ ആകെ കുഴപ്പത്തിലാക്കി. റഹ്മാൻ അധികാരത്തിൽ വന്നാൽ ജമീലിന്റെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും എന്നുറപ്പായിരുന്നു. അതോടെ റഹ്മാനെ എങ്ങനെയും മടക്കി നിർത്തണം എന്നൊരു ചിന്ത ജമീലിന്റെ ഉള്ളിലേക്ക് വന്നു. വീട്ടിലെത്തിയ ശേഷം ഖനാനി ബ്രദേഴ്സിനെ പറ്റി റഹ്മാൻ സഹോദരനോട് അന്വേഷിച്ചു, അവരുടെ പണസമ്പാദ്യത്തെപ്പറ്റി. അപ്പോഴാണ് വ്യക്തമാകുന്നത് ഖനാനി ബ്രദേഴ്സ് ചെയ്യുന്നത് മുഴുവൻ ഇല്ലീഗൽ ബിസിനസ്സുകളാണ്. കള്ളപ്പണ നിർമ്മാണവും മണി ലോണ്ടറിങ്ങും എല്ലാം അവരുടെ പക്കലുണ്ട്. ആ അടുത്ത് അവർക്ക് കിട്ടിയ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇന്ത്യയുടെ പണമടിക്കുന്ന അച്ച് അവരുടെ കയ്യിൽ വന്നുപെട്ടിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ അവർ ഒരുപാട് പണം തന്നെ അതിൽ നിന്നുണ്ടാക്കും. ഇന്ത്യയുടെ കള്ളനോട്ട് ഒരുപാട് സൃഷ്ടിക്കും. ഹംസ ഇതൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മുമ്പോട്ടുള്ള പ്ലാനുകൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഹംസയ്ക്ക് അന്ന് റഹ്മാനും സഹോദരൻ ഉസൈർ ബലൂച്ചും ചേർന്നൊരു ഗിഫ്റ്റ് കൊടുത്തു. മനോഹരമായൊരു മോട്ടോർ ബൈക്ക്, കൂട്ടത്തിൽ കുറച്ചധികം പണവും. അതുമായി തനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഹംസ നേരെ പോയത് ഒരു പാർട്ടി നടക്കുന്ന ക്ലബിലേക്കായിരുന്നു. അവിടായിരുന്നു ജമീൽ ജമാലിയുടെ മകളായ എലീന ഉണ്ടായിരുന്നത്. എലീനക്ക് അടുത്തേക്ക് ചെല്ലാൻ അവൻ ശ്രമിച്ചെങ്കിലും അവിടുത്തെ സെക്യൂരിറ്റി കാരണം അത് സാധ്യമാകുന്നുണ്ടായിരുന്നില്ല. അതോടെ പുറത്തേക്ക് വന്ന ഹംസ ഒരു കാര്യം ചെയ്തു. എലീനയുടെ കാർ ബ്രേക്ക് ഡൗൺ ആക്കി. പിന്നാലെ തന്റെ പരിചയത്തിലുള്ള അവിടുത്തെ പോലീസുകാരെ വിളിച്ച് ആ ക്ലബ്ബ് റെയ്ഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പോലീസ് വണ്ടികൾ എത്തിയതും എലീന പുറത്തേക്കോടി വന്നു. വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോഴേക്കും വണ്ടിയുമെടുത്ത് ഹംസ എലീനയുടെ മുമ്പിലെത്തി. മുമ്പ് പരിചയമുള്ളതുകൊണ്ടും ആദ്യ കാഴ്ചയിലെ ഇംപ്രഷൻ ഉള്ളതുകൊണ്ടും എലീന ഹംസയ്ക്കൊപ്പം അവിടെ നിന്ന് വണ്ടിയിൽ പോവുകയാണ്. പോലീസിനെ വെട്ടിച്ച് എലീനയെ രക്ഷപ്പെടുത്തിയ ചേസിൽ തന്നെ ഹംസയ്ക്ക് എലീനയെ ഇംപ്രസ് ചെയ്യിക്കാൻ കഴിഞ്ഞു. കൂട്ടത്തിൽ ഹംസയുടെ സംസാരത്തിൽ എലീന പൂർണ്ണമായി വീണു. അവളുടെ ഉമ്മ വലിച്ചെറിഞ്ഞിരുന്ന അവളുടെ മൊബൈൽ ഹംസയുടെ കയ്യിലുണ്ടായിരുന്നു. അതും അവൾക്ക് അവൻ തിരികെ കൊടുത്തു. എലീന തന്റെ വലയിൽ വീണു കഴിഞ്ഞു എന്ന് ഹംസ അതോടെ ഉറപ്പിച്ചിരുന്നു. എലീനയ്ക്ക് ഹംസയോട് പ്രണയം തോന്നി. ഇതിനിടയിൽ തനിക്ക് കിട്ടിയ കള്ളനോട്ടടിക്കുന്ന പ്ലേറ്റുകളെ പറ്റിയുള്ള വിവരവും മറ്റും തന്റെ കൂടെയുള്ള ഏജൻസിന്റെ സഹായത്തോടെ ഹംസ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ആ വിവരം IB ഡയറക്ടർ അജയ് സന്യാലിന്റെ മുമ്പിലേക്കും എത്തി. പക്ഷെ അപ്പോഴത്തെ അവസ്ഥയിൽ അവർക്കതിലൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു. UP മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അതിന്റെ വിതരണം നടക്കുന്നത്. അങ്ങോട്ടേക്ക് കടന്നു കയറൽ തീരെ സാധ്യമല്ല. അപ്പോഴത്തെ ഗവൺമെന്റ് ആണെങ്കിൽ അതിന് സപ്പോർട്ടീവുമല്ല. അതുകൊണ്ട് കാത്തിരിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെയാണ് ഹംസയ്ക്ക് റഹ്മാൻ ബലൂച്ചിനൊപ്പം ഖനാനി ബ്രദേഴ്സിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ കള്ളനോട്ടടിക്കുന്ന ആ വലിയ പ്രസ് ഹംസ തന്റെ കൺമുമ്പിൽ നോക്കിക്കണ്ടു. അവിടെ വെച്ച് മറ്റു പലരെയും റഹ്മാൻ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തീവ്രവാദ സംഘ നേതാക്കളെ. ഖനാനി ബ്രദേഴ്സ് ആയിരുന്നു മീറ്റിംഗിന് അവരെ അവിടെ എത്തിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് പ്രധാനപ്പെട്ട മറ്റൊരാൾ കൂടി കടന്നു വന്നു. മേജർ ഇക്ബാൽ, പാകിസ്ഥാൻ ചാര സംഘടനയുടെ തലവൻ, ISIയുടെ തലവൻ. അവർ തമ്മിൽ അവിടെ വെച്ചൊരു ഡിസ്കഷൻ നടന്നു. മേജർ ഇക്ബാലിന് റഹ്മാന്റെ പക്കൽ നിന്നും കുറേയധികം ആയുധങ്ങൾ വേണം, റഷ്യൻ മേഡും മറ്റുമായിട്ടുള്ളവ. അതിനു പകരമായി ഖനാനി ബ്രദേഴ്സ് ഇലക്ഷന് വേണ്ട സപ്പോർട്ടും പണവും നൽകും. ISIയുടെ സപ്പോർട്ടും അവർക്കുണ്ടാകും. എന്തിനു വേണ്ടിയാണ് ആ ആയുധങ്ങൾ ഉപയോഗിക്കുക എന്ന കാര്യം റഹ്മാൻ ചോദിച്ചു. ISI ബലോച്ച് ജനതയ്ക്കെതിരെ പോരാട്ടത്തിലുണ്ടല്ലോ, അതിനെതിരെ ഉപയോഗിക്കപ്പെടും എന്ന കാര്യം സത്യസന്ധമായി മേജർ ഇക്ബാൽ പറഞ്ഞെങ്കിലും കൂട്ടത്തിലൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞു. ഈ ആയുധങ്ങൾ അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദ സംഘടനയിലെ നേതാക്കൾക്കും കൂടി നൽകപ്പെടും. അതുപയോഗിച്ച് ഇന്ത്യയിലും വലിയ തോതിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തും. ഇന്റർനാഷണൽ അന്വേഷണം വന്നാലും ആയുധങ്ങൾ റഷ്യൻ മേഡും മറ്റുമായിരിക്കും. പാകിസ്ഥാൻ ഒരിക്കലും അതിൽ നേരിട്ട് ബന്ധമില്ല. ISI അതിൽ പങ്കാളിയല്ല എന്ന മട്ടിലായിരിക്കും കാര്യങ്ങൾ വരിക. പക്ഷേ തങ്ങളുടെ പക്കൽ റഷ്യൻ മേഡായ ആയുധങ്ങളില്ലെന്നും തങ്ങൾ ലോക്കലായി ഫേക്ക് ആയുധങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നും റഹ്മാന്റെ വലങ്കയ്യായ ഉസൈർ പറഞ്ഞു. അപ്പോഴാണ് ആ ഒരു ആശയം ഇക്ബാൽ മുമ്പോട്ടേക്ക് വെക്കുന്നത്. ബലൂച്ച് ജനതയുടെ വലിയ നേതാവായി, അവരെ രക്ഷിക്കുന്ന മനുഷ്യനായി റഹ്മാൻ ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ ആർമിയുമായി നിങ്ങൾക്ക് വലിയ ബന്ധമുണ്ടാക്കാൻ സാധിക്കും. അവർക്ക് ആയുധങ്ങൾ കിട്ടൽ എളുപ്പമാണ്. അവർ വഴി ആയുധങ്ങൾ കരസ്ഥമാക്കി അത് ഞങ്ങൾക്ക് എത്തിച്ചു തരണം. അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. പകരം ഇലക്ഷന് വേണ്ട പണവും പിന്തുണയും ഒക്കെ കിട്ടും. പാകിസ്ഥാനും ബലൂചിസ്ഥാനും നല്ല ടീംസിലല്ലാത്തതുകൊണ്ടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ടും ISIക്ക് ഒരിക്കലും ബലൂചിസ്ഥാനിൽ നിന്ന് നേരിട്ട് ആയുധങ്ങൾ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഈ വഴി സ്വീകരിക്കുന്നത്.
പ്രവർത്തിക്കുന്നത് തന്റെ ജനതയ്ക്ക് കൂടി എതിരായിട്ടാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം റഹ്മാന് വ്യക്തമായിരുന്നു. പക്ഷേ തന്റെ നേട്ടത്തിനു വേണ്ടി റഹ്മാൻ മേജർ ഇക്ബാലിന് കൈകൊടുത്തു. അക്ഷരാർത്ഥത്തിൽ ഹംസയെ അതൊന്ന് ഞെട്ടിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഏറെക്കുറെ ഈ വിവരങ്ങളൊക്കെ നിലവിലെ MLA ആയ PAPയുടെ ജമീൽ ജമാലിയുടെ പക്കൽ കൃത്യമായിട്ടെത്തുന്നുണ്ടായിരുന്നു. റഹ്മാൻ ബലൂജിനെ ഒതുക്കണം എന്ന് ജമീൽ തീരുമാനിച്ചു. അതിനായി മുമ്പ് ഹംസയ്ക്കെതിരെ നിന്നിരുന്ന പോലീസ് ഓഫീസറെ രംഗത്തിറക്കാൻ അയാൾ തീരുമാനിച്ചു. ആ പോലീസ് ഓഫീസർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. റഹ്മാനോടും സംഘത്തോടും വലിയ വിദ്വേഷം തന്നെ അയാൾക്കുണ്ട്. SP അസ്ലം ചൗധരി മുമ്പ് റഹ്മാൻ ഡക്കോയത്തിനെതിരെ തിരിഞ്ഞ സമയത്ത് അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കിയതുപോലും ഇതേ ജമീലായിരുന്നു. അന്ന് റഹ്മാന്റെ സപ്പോർട്ട് ജമീലിന് വേണമല്ലോ, അതുകൊണ്ട് ചെയ്തതായിരുന്നു അതൊക്കെ. പക്ഷെ ഇപ്പോൾ റഹ്മാനെ ഒതുക്കാൻ SP അസ്ലം ചൗധരിയെ ജമീലിന് ആവശ്യമായി വന്നിരിക്കുന്നു. SP അസ്ലമുമായി ജമീൽ ഒരു ഡീൽ ഉറപ്പിച്ചു. വീണ്ടും പഴയ ചാർജ് തിരിച്ചു നൽകാം എന്നായിരുന്നു അത്. പക്ഷേ അസ്ലമിനത് പോരായിരുന്നു. അസ്ലം തനിക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങി. ലൈരയെ ഗ്യാങ്ങിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ, ശുദ്ധമാക്കണമെങ്കിൽ ലൈരി ടാസ്ക് ഫോഴ്സ് വേണം. അതിന്റെ നേതൃസ്ഥാനം തനിക്ക് നൽകണം. അതായിരുന്നു അസ്ലമിന്റെ ആവശ്യം. എല്ലാ തീരുമാനമെടുക്കാനുള്ള അധികാരവും തനിക്ക് നൽകണമെന്നും ആരും തന്നെ ചോദ്യം ചെയ്യരുത് എന്നുകൂടി അയാൾ കൂട്ടിച്ചേർത്തു. തന്റെ മുമ്പിൽ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് നിലവിൽ അധികാരമുള്ള PAP പാർട്ടി നേതാവായ ജമീൽ അസ്ലമിന് എല്ലാം അനുവദിച്ചു കൊടുത്തു. മറുവശത്ത് റഹ്മാനാകട്ടെ തന്റെ പ്രവർത്തികൾ ആരംഭിച്ചിരുന്നു. ബലൂചിസ്ഥാൻ ആർമിയുടെ നേതാവ് ഷിറാനിയുടെ അടുത്തേക്ക്, അവരുടെ കോട്ടയിലേക്ക് റഹ്മാൻ കടന്നു ചെന്നു. ബലൂജ് ജനതയുടെ മോചകൻ മിഷിഹായായി കാണപ്പെട്ടിരുന്ന റഹ്മാനെ അവർ വലിയ രീതിയിൽ സ്വീകരിച്ചു. റഹ്മാൻ അവരുടെ ജനതയ്ക്ക് വലിയ ഓഫറുകൾ കൊടുത്തു. പകരം തങ്ങൾക്ക് വേണ്ട ആയുധങ്ങളെപ്പറ്റി പറഞ്ഞു. അത് കൊടുക്കാൻ ബലൂജ് ആർമിയുടെ നേതാവ് ഷിരാനിക്ക് ഒരു മടിയുമുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ആഗ്രഹിച്ച പോലെ ആയുധങ്ങൾ അവരുടെ കയ്യിലെത്തും എന്ന കാര്യം ഉറപ്പായി. ഇതിനിടയിൽ തനിക്ക് കിട്ടിയ ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണം പ്ലാൻ ചെയ്യുന്ന മേജർ ഇക്ബാലിന്റെ കാര്യമൊക്കെ ഡേറ്റ് അടക്കം ഹംസ ഇന്ത്യയിലേക്ക് അറിയിച്ചിരുന്നു. നാളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. യലീനയുമായുള്ള ഹംസയുടെ പ്രണയബന്ധം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. SP ചൗധരി അസ്ലത്ത് വെച്ച് റഹ്മാനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുമ്പോഴും റഹ്മാനുമായി പുറത്ത് നല്ല ബന്ധം കാണിക്കുകയും ഈദിന് ജലാനി അവരുടെ വീട് സന്ദർശിക്കുകയും വരെ ചെയ്തു. ഒരിക്കൽ ഹംസയും യലീനയും കറങ്ങുകയായിരുന്നു. അപ്പോഴാണ് പത്രത്തിൽ ടാസ്ക് ഫോഴ്സിനെ പറ്റിയുള്ള ഒരു വാർത്ത കണ്ടത്. SPയുടെ ഫോട്ടോ കണ്ടതും അവൾ പറഞ്ഞു, ഇയാൾ എപ്പോഴും എന്റെ വാപ്പയെ കാണാൻ വരാറുണ്ട്. അത് കേട്ടതും ഹംസയ്ക്ക് അതിലെന്തോ പന്തികേട് തോന്നി. ഹംസ ഇനി അയാൾ വരുമ്പോൾ കാര്യമായി ഒന്ന് നിരീക്ഷിച്ചേക്ക് എന്ന് തന്റെ കാമുകിയോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നുണ്ടോ ഇയാളെ കൊണ്ട് എന്ന മട്ടിൽ അവൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം എത്തി. തങ്ങളുടെ കയ്യിൽ വന്ന ആയുധങ്ങൾ ഇക്ബാലിന് റഹ്മാൻ കൈമാറുന്ന ദിവസം. അതിനുവേണ്ട തയ്യാറെടുപ്പുകളും നടന്നു. പക്ഷേ അന്ന് പുലർച്ചെയാണ് റഹ്മാന്റെ മകന് വയ്യാതായത്. ഉടനടി റഹ്മാൻ മകനെയും പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ആയുധങ്ങൾ കനാനികളുടെ മധ്യസ്ഥതയിൽ ഇക്ബാലിന് കൈമാറാൻ വേണ്ടി ഉസൈറിനെയും ഹംസയെയും ഏൽപ്പിച്ചായിരുന്നു റഹ്മാൻ പോയത്. ഹംസയ്ക്ക് നടക്കുന്ന കാര്യങ്ങളിൽ ചില പന്തികേടുകൾ തോന്നിയിരുന്നു. അങ്ങനെ ഹംസയും ഉസൈറും ആയുധം കൈമാറാനെത്തി. ഡീലുറപ്പിച്ച പോലെ ആയുധം കൊടുത്ത് പണം വാങ്ങി. ആയുധങ്ങൾ സ്വീകരിക്കാൻ കുറച്ച് പയ്യന്മാരും അവിടെ എത്തിയിരുന്നു. ഡോക്ടർ ഇക്ബാൽ പറഞ്ഞതനുസരിച്ച് ഹംസയടക്കം ആയുധങ്ങൾ അവർക്ക് എടുത്തുകൊടുത്തു. മറുവശത്താകട്ടെ ആശുപത്രിയിലേക്ക് മകൻ ഫൈസലുമായി പോയ റഹ്മാൻ ബലൂജിനെ SP-യും സംഘവും വന്നു തടഞ്ഞു. ലിയാരി ടാസ്ക് ഫോഴ്സിന്റെ തലവനായി അയാൾ മാറിയിരുന്നു. ആക്രമണത്തിൽ തന്റെ ആളുകളെ റഹ്മാൻ രക്ഷപ്പെടുത്തി വിട്ടു. മകനെയും ഭാര്യയെയും സുരക്ഷിതമാക്കാൻ SP-ക്ക് മുമ്പിൽ റഹ്മാൻ കീഴടങ്ങി. SP റഹ്മാനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോവാൻ ആരംഭിച്ചു. ഇക്ബാലുമായി സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ ഹംസ ഇക്ബാലിനടുക്കൽ ഇന്ത്യയിലെ ആക്രമണത്തെപ്പറ്റി ചോദിച്ചു. ഇന്ത്യൻ ഇന്റലിജൻസിൽ നിന്ന് തന്നെ തങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്ന വിവരം അവർ അറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയെന്നും അവരിപ്പോ തങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും ഇക്ബാൽ പറഞ്ഞു. അത് കേട്ട ഹംസ ഒന്ന് ഞെട്ടിയിരുന്നു. താൻ ഇന്ത്യൻ ഇന്റലിജൻസിന് കൈമാറിയ വിവരങ്ങൾ ചോർന്ന് ഇക്ബാലിന്റെ കയ്യിൽ തന്നെ വന്നെത്തിയിരിക്കുന്നു. ഹംസ മാറി നിൽക്കെ ഇക്ബാൽ അടുത്തേക്ക് വന്നു. ഇക്ബാൽ പറഞ്ഞു, ചാരനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. പിന്നാലെ ആ ചാരന്റെ അടുത്തേക്ക് ഇക്ബാൽ ഹംസയെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു യുവാവിനെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രമേൽ കഠിനമായ പീഡനം. എന്നിട്ടും അവൻ സ്വന്തം നാടിനെ ഒറ്റുകൊടുത്തില്ല. ഹംസ ഭയത്തോടെ ഞെട്ടലോടെ അതൊക്കെ നോക്കിക്കണ്ടു. അവിടെ നിന്ന് തിരികെ പോകുമ്പോഴാണ് ഹംസയ്ക്കും മുസൈറിനും കോൾ വരുന്നത്. റഹ്മാൻ ബലൂജിനെ SP ചൗധരി അസ്ലം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് കേട്ടതും രാവിലെ കണ്ട കുറെ കാഴ്ചകളിലെ പന്തികേടുകൾ ഹംസയുടെ ഉള്ളിലേക്ക് ഓടി വന്നു. ഹംസ ഉസൈറിനോട് വേഗം വണ്ടി വീട്ടിലേക്ക് വിടാൻ പറഞ്ഞു. വീട്ടിലെത്തി വീട്ടിലെ ജോലിക്കാരനായ കുക്കിനെ കണക്കിന് മർദ്ദിച്ച് റഹ്മാന്റെ മകന്റെ ഭക്ഷണത്തിൽ നീ എന്താ കലർത്തിയതെന്ന മട്ടിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി.
ആദ്യമൊന്നും അവനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും അവന്റെ വിരലർത്ത് ഹംസ ക്രൂരമായി ചോദ്യം ചെയ്തതും അവനുള്ള സത്യങ്ങൾ പറഞ്ഞു. അർഷാദ് പപ്പു പറഞ്ഞിട്ടാണ് താൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്ന്. ഉസൈർ അത് കേട്ട് അയാളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹംസയുടെ കാമുകി അവനെ വിളിക്കുന്നത്. എസ്പിക്ക് മേൽ കണ്ണുവെക്കാൻ നീ പറഞ്ഞിരുന്നില്ലേ, ഞാനെന്താ ചെയ്തേക്കുന്നു നോക്കിക്കേ, നിന്റെ ഫോണിലുണ്ട്. അവൻ നോക്കുമ്പോൾ എലീന അവന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ മെസ്സേജ്. ഹംസ അത് തുറന്നു നോക്കി. കണ്ടതിന് പിന്നാലെ എലീനയോട് അവൻ പറഞ്ഞു, നീ ഇപ്പോൾ ഉള്ളത് മാളിലാണെങ്കിൽ എത്രയും വേഗം അവിടെ നിന്ന് സുരക്ഷിതമായ ഇടത്തേക്ക് മാറണം. ഫോൺ ഓഫ് ചെയ്തു വെച്ചോ, ഇല്ലെങ്കിൽ അപകടമാണ്. നീ വീട്ടിലേക്ക് പൊക്കോ. അത് പറഞ്ഞ് ഹംസ കോൾ കട്ട് ചെയ്തു. എന്തോ അപകടമാണെന്ന് എലീനയ്ക്കും മനസ്സിലായിരുന്നു. മറുവശത്ത് SP ആകട്ടെ റഹ്മാനെ കൊല്ലുവാൻ വേണ്ടി ഒറ്റപ്പെട്ട ഒരിടത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടുപുറകെ PAP നേതാവ് ജമീലിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. എലീന റെക്കോർഡ് ചെയ്തിരുന്ന അതേ വീഡിയോ മെസ്സേജ്. തന്റെ പിതാവ് ജമീലും അർഷാദ് പാപ്പുവും SP ചൗധരി അസ്ലമും ഒന്നിച്ച് റഹ്മാനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളായിരുന്നു അത് പുറത്തു വന്നാൽ തന്റെ കരിയർ തന്നെ ഇല്ലാതാകും എന്ന് ജമീലിന് ഉറപ്പായിരുന്നു. ജമീൽ അക്ഷരാർത്ഥത്തിൽ ഭയന്നു. ഹംസ പിന്നാലെ ജമീലിനെ വിളിച്ചു പറഞ്ഞു, റഹ്മാന് ഒരു ആപത്തും വരാതെ എന്താണെങ്കിലും തടഞ്ഞോളണമെന്ന്, ഇല്ലെങ്കിൽ ജമീലിന്റെ മകളുടെ ജീവനും അപകടത്തിലാകും എന്ന് ഹംസ പറഞ്ഞതോടെ ജമീൽ അക്ഷരാർത്ഥത്തിൽ ഭയന്നു. ജമീൽ പിന്നാലെ SP വിളിച്ചു. പക്ഷേ SP ജമീലിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അതോടെ പരിഭ്രാന്തിയിലായ ജമീല് വീണ്ടും ഹംസയെ വിളിച്ച് SP താൻ പറയുന്നത് കേൾക്കാത്ത കാര്യം അറിയിച്ചു. ഹംസയ്ക്ക് ആകെ അറിയേണ്ടിയിരുന്നത് ലിയാരി ടാസ്ക് ഫോഴ്സിന്റെ രഹസ്യ ഓഫീസ് എവിടെയെന്നായിരുന്നു. അതറിയാവുന്ന ജമീൽ ലൊക്കേഷൻ പറഞ്ഞുകൊടുത്തു. ഒട്ടും മടിച്ചില്ല. ഹംസയും സംഘവും അങ്ങോട്ടേക്കെത്തി. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ മൊത്തം പിടിച്ച് ക്രൂരമായി ഉപദ്രവിച്ചു. അവരെ കെട്ടിത്തൂക്കി. പിന്നാലെ SPക്ക് വീഡിയോ കോൾ ചെയ്തു. ഹംസ തന്നെ വീഡിയോ കോളിൽ SPയോട് വെല്ലുവിളിച്ച് സംസാരിച്ചു. 30 മിനിറ്റിനുള്ളിൽ റഹ്മാൻ സാബിനെ ഷേർഷാ ബ്രിഡ്ജിലേക്ക് എത്തിച്ചില്ലെങ്കിൽ, അതും ഒരു കുഴപ്പവുമില്ലാതെ എത്തിച്ചില്ലെങ്കിൽ ലയാരിയും നിങ്ങളുടെ ഈ ടാസ്ക് ഫോഴ്സ് ഓഫീസുമടക്കം കത്തിച്ച് ചാമ്പലാക്കും എന്നായിരുന്നു ഹംസയുടെ ഭീഷണി. അതിലെ അപകടം കൃത്യമായി SPക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ റഹ്മാനെ മോചിപ്പിക്കാൻ SP തീരുമാനിച്ചു. റഹ്മാന്റെ ആ തിരിച്ചുവരവ് വലിയ ആഘോഷം തന്നെയായിരുന്നു. അതോടെ ഹംസയ്ക്ക് റഹ്മാന്റെ കൂടുതൽ വിശ്വാസം പിടിച്ചു പറ്റാൻ പറ്റി. ഇതിനിടയിൽ എലീനയെ തന്റെ താമസ സ്ഥലത്തേക്ക് ഹംസ മാറ്റിയിരുന്നു. അവരിപ്പോൾ അവിടെ ഒന്നിച്ചാണ് താമസം. കാര്യങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം വീണ്ടും റഹ്മാനും സംഘവും ഇക്ബാലിനെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോഴാണ് അവിടെ ഞെട്ടിക്കുന്ന കാര്യം തന്റെ കൺമുമ്പിൽ ഹംസ നോക്കിക്കാണുന്നത്. നവംബർ 26 ആയിരുന്നു അത്. ഇന്ത്യയിൽ ഭീകരാക്രമണം നടന്ന ദിവസം. ഹംസയുടെ മുമ്പിൽ വെച്ച് ഇക്ബാൽ ഇന്ത്യയിൽ സ്ഫോടനം നടത്തുന്ന, തീവ്രവാദ ആക്രമണം നടത്തുന്ന തന്റെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ എത്തിയിരുന്ന റഹ്മാനും പാകിസ്ഥാനികളായിട്ടുള്ള ബാക്കി എല്ലാവരും അത് കണ്ട് വലിയ ആവേശത്തിലായിരുന്നു. പക്ഷേ ഹംസയുടെ മാത്രം കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവരുടെ കൂടെ നിൽക്കാൻ അവനൊരുപാട് കഷ്ടപ്പെട്ടു. ആക്രമണത്തെപ്പറ്റി മുൻകൂട്ടി ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടും ആക്രമണം നടന്നിരിക്കുന്നു. അതും മുമ്പ് ഹംസ ആയുധമെടുത്തു കൊടുത്ത അതേ പയ്യന്മാരായിരുന്നു ഇന്ത്യയിൽ തീവ്രവാദികളായി എത്തി ആക്രമണം നടത്തുന്നത്. അത് കണ്ടതും തന്റെ കയ്യിൽ രക്തക്കറ പറ്റിയതുപോലെ തന്റെ നാടിനെത്താൻ ചതിച്ച പോലെയൊക്കെ ഹംസയ്ക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എല്ലാം കൊണ്ടും വല്ലാത്തൊരു നിരാശ ഹംസയിലേക്ക് എത്തിച്ചേർന്നു. മുംബൈയിൽ നടന്ന ആ തീവ്രവാദി ആക്രമണത്തിന്റെ വല്ലാത്തൊരു ഭാരം ഹംസയുടെ മനസ്സിൽ കയറി പറ്റി. തന്റെ കൂടെയുള്ള ഏജന്റിനെ കണ്ട് നമ്മൾ മുൻകൂട്ടി വിവരം കൊടുത്തിട്ടും ഇതിങ്ങനെ സംഭവിച്ചു എന്ന കാര്യം ചോദിച്ചു. നമ്മൾ കൊടുത്ത ഡേറ്റ് ഇതായിരുന്നില്ലല്ലോ. മാത്രമല്ല ആക്രമണം നടന്ന ദിവസം 309 ത്രെട്ടുകളാണ് പലയിടത്തായി വന്നത്. എല്ലാവരെയും ഡൈവേർട്ട് ചെയ്ത് ആകാശത്തൂടെ പറന്നിറങ്ങി അവർ ആക്രമണം നടത്തുകയായിരുന്നു. വല്ലാതെ വെറുപൂണ്ടിരുന്ന ഹംസ കനാനിയെയും ഇക്ബാലിനെയും അതിന്റെ കൂടെ നിന്ന് എല്ലാവരെയും താൻ കൊല്ലും എന്ന മട്ടിൽ ആ ഏജന്റിനോട് പറഞ്ഞു. പക്ഷേ ഏജന്റ് അവനെ സമാധാനിപ്പിച്ചു. ഇപ്പോൾ അവൻ എന്ത് പ്രവർത്തിച്ചാലും അതിന്റെ കുറ്റമെല്ലാം ഇന്ത്യയുടെ തലയിലായിരിക്കുമെന്ന് വീഴുകയെന്നും ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടതെന്നും ക്ഷമയാണ് നമ്മുടെ ദൗത്യത്തിന് ഏറ്റവും വലിയ കാര്യമെന്നും അവസരം കിട്ടുമ്പോഴാണ് പ്രവർത്തിക്കേണ്ടത് എന്നും ഉണർത്തി പറഞ്ഞു. പ്രതികാരം തീർക്കേണ്ട സമയം വരും. നമ്മൾ വിജയിക്കാനാണ് കളിക്കുന്നത്. അതിനാദ്യം വേണ്ടത് നമ്മൾ ജീവനോടെ ഉണ്ടാവുക എന്നതാണ് ഹംസ പറഞ്ഞു. മുറിവേറ്റ സിംഹം വളരെയധികം അപകടകാരിയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് പ്രതികാരത്തിനുള്ള പദ്ധതികൾ ഹംസ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ റഹ്മാൻ പുതിയ രാഷ്ട്രീയ കക്ഷി ആരംഭിച്ചു, പീപ്പിൾസ് സമൻ കമ്മിറ്റി. ആ പാർട്ടിയാകട്ടെ PAPയുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തു. ലഹരിയിൽ മത്സരിക്കാൻ പോകുന്നതും ഭരണത്തിലെത്താൻ പോകുന്നതും റഹ്മാനായിരിക്കുമെന്ന പിക്ചർ ഏറെക്കുറെ തെളിഞ്ഞു വന്നു. PAPയുടെ പഴയ സ്ഥാനാർത്ഥിയായിരുന്ന നേതാവായിരുന്ന ജമീലിന് അത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. തന്റെ മുതിർന്ന നേതാക്കൾ റഹ്മാന്റെ
കൂടെ നിൽക്കുന്നു. താൻ തഴയപ്പെടുന്നു. അതൊരു അവസരമായി ഹംസ നോക്കിക്കണ്ടു. തന്റെ കൂടെ ജീവിക്കുന്ന തന്റെ കാമുകിയായ എലീനയെ ഉപയോഗിക്കാൻ ഹംസ തീരുമാനിച്ചു. എലീനയെ കൊണ്ട് തന്റെ വീട്ടിൽ വെച്ച് ജമീലുമായി ഒരു മീറ്റിംഗ് ഹംസ അറേഞ്ച് ചെയ്തു. മീറ്റിംഗിൽ ഹംസയുടെ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരുന്നു. ജമീലിന് റഹ്മാൻ ഡെക്കോയിറ്റ് അഥവാ റഹ്മാൻ ബലൂജിനോട് ശത്രുതയുണ്ട്. റഹ്മാനെ വഴിയിൽ നിന്ന് ഒഴിവാക്കണം. മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് അത് ചെയ്യൽ എളുപ്പമല്ല എന്നിപ്പോൾ ജമീലിന് മനസ്സിലായി കഴിഞ്ഞു. പുറത്തുനിന്ന് ആര് തന്നെ റഹ്മാനെ ഒഴിവാക്കിയാലും അവർ ജമീലിനേക്കാളും വളരും. അത് ജമീലിനടുത്ത് ത്രെറ്റാകും. അതില്ലാതിരിക്കണമെങ്കിൽ കൂടെ നിൽക്കുന്ന കുടുംബത്തിലുള്ള ഒരാൾ അത് ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തിലൊരാൾ, നിങ്ങളുടെ മകളുടെ ഭർത്താവ്, നിങ്ങളുടെ മരുമകൻ, അത്തരത്തിലൊരാളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഭീഷണി ഉണ്ടാവില്ല. ലൈരി നിങ്ങൾ കടക്കി ഭരിക്കാൻ പറ്റും. ജമീലിന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഹംസയുടെ കൂടെ നിൽക്കാൻ ജമീല് തീരുമാനിച്ചു. അടുത്ത ഘട്ടം ജമീലിന്റെ മകളുടെയും ഹംസയുടെയും വിവാഹമായിരുന്നു. വിവാഹ ചടങ്ങിൽ റഹ്മാൻ ബലൂജും ഉസൈറും ഇക്ബാലും അടക്കം നിരവധി പേർ എത്തിച്ചേർന്നിരുന്നു. അവിടെ വെച്ചടുത്ത ഒരു സെറ്റ് ആയുധം കൂടി റഹ്മാനോട് ഇക്ബാൽ ആവശ്യപ്പെട്ടു. പക്ഷെ അത് കൈമാറ്റം ചെയ്യാൻ കൃത്യമായ ഡേറ്റ് നോക്കണമായിരുന്നു. ഉസൈർ മദ്യലഹരിയിലായതുകൊണ്ട് അവസരം മുതലെടുത്ത് അവരുടെ കൂടെ ഇരുന്ന ഹംസയാണ് ഡേറ്റ് നോക്കിയത്. ഓഗസ്റ്റ് 9 ഫ്രീ ആണെന്ന് ഹംസ പറഞ്ഞു. പക്ഷേ അന്ന് യാഥാർത്ഥ്യത്തിൽ റഹ്മാന് ഒരു ഡാമിന്റെ ഉദ്ഘാടനമുണ്ടായിരുന്നു. ഹംസ ചിലതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയുധത്തിന്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തു. ഓഗസ്റ്റ് 9 എത്തി. ആയുധമെടുക്കാൻ വേണ്ടി ഹംസയ്ക്ക് കോൾ വന്നു. ഹംസ കോൾ എടുത്തില്ല. അടുത്ത കോൾ വന്നത് ഉസൈറിനായിരുന്നു. ഉസൈർ അക്കാര്യം ഹംസയോട് ചോദിച്ചു. ഹംസ പറഞ്ഞു, എന്റെ കല്യാണത്തിന്റെ അന്ന് റഹ്മാൻ ബായിയാണ് ആയുധമെന്ന് ഡെലിവർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. ഞാൻ പോയി ആയുധമെടുത്തിട്ട് വരാം. പക്ഷെ ഉസൈർ അതിന് സമ്മതിച്ചില്ല. ഒരു കാര്യം ചെയ്യ്, നീ ബായുടെ കൂടെ നിന്നോ, ആയുധമെടുക്കാൻ ഞാൻ പോകാം എന്ന് പറഞ്ഞ് ഉസൈർ കുറച്ചാളുകളെയും കൂട്ടിക്കൊണ്ടു പോയി. അന്ന് അവിടെ നിന്ന് റഹ്മാൻ ബായും മറ്റുള്ളവരുമായും കാർ ഡ്രൈവ് ചെയ്തു പോകുന്നത് ഹംസയായിരുന്നു. പോകുന്ന വഴിയിൽ കാറിലുള്ള എല്ലാവരും ഉറങ്ങുകയാണ്. ഒരു സിഗ്നൽ എത്തിയപ്പോൾ കാട്ടുപാതയിലേക്ക് ഹംസ വണ്ടി തിരിച്ചു. ആ കാട്ടുപാതയിൽ വെച്ച് റഹ്മാനെ ആക്രമിക്കാനും കൊലപ്പെടുത്താനുമായിരുന്നു ഹംസ പദ്ധതിയിട്ടിരുന്നത്. അതേ കാട്ടുപാതയിൽ SP അസ്ലം ചൗധരിയും സംഘവും കാത്തു നിൽക്കുന്നുണ്ട്. ജമീലും SP അസ്ലം ചൗധരിയും ഹംസയും ചേർന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് തീരുമാനിച്ചതായിരുന്നു ഇതെല്ലാം. പക്ഷേ കാട്ടുപാതയിലൂടെ വണ്ടി സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഉറക്കത്തിൽ നിന്ന് റഹ്മാൻ ബലൂജ് എഴുന്നേറ്റു. മൊത്തത്തിലുള്ള പന്തികേടും ഹംസയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴുള്ള അവന്റെ കളവുകളും ഏറെക്കുറെ റഹ്മാന് മനസ്സിലായി. ഹംസ ചതിയനാണെന്ന് തിരിച്ചറിഞ്ഞതും റഹ്മാൻ വണ്ടി നിർത്താൻ പറഞ്ഞു. പക്ഷെ ഹംസ വണ്ടി നിർത്തിയില്ല. മുന്നോട്ടേക്ക് വായിച്ചു. അതോടെ കാറിനുള്ളിൽ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പിന്നാലെ കാർ അപകടത്തിൽപ്പെട്ടു. കാറിൽ നിന്നിറങ്ങി ഹംസ പുറത്തേക്ക് ഓടി. മറ്റുള്ളവർ കാറിൽ കുടുങ്ങിക്കിടന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്കെത്തിയ തന്റെ ഒരാളെ ഹംസയെ കൊല്ലാൻ പറഞ്ഞ് റഹ്മാൻ പറഞ്ഞുവിട്ടു. SP-യും സംഘവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. SP-ക്കെതിരെ റഹ്മാന്റെ ആളിറങ്ങി പൊരുതാൻ ആരംഭിച്ചു. ഷൂട്ടൌട്ട് നടന്നു. റഹ്മാനും കൂടെ കൂടി. ഒരു ഘട്ടത്തിൽ റഹ്മാൻ കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. SP പിന്നാലെ ചെന്നിരുന്നു. ഏറ്റുമുട്ടലിൽ തന്റെ പിന്നാലെ വന്നയാളെ ഹംസ കൊലപ്പെടുത്തി. റഹ്മാനും SP-യും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ റഹ്മാൻ SP-യെ കൊല്ലുമെന്ന ഘട്ടമെത്തിയപ്പോൾ അങ്ങോട്ടേക്ക് ഹംസ കടന്നെത്തി. ഹംസ റഹ്മാനെ അടിച്ചു വീഴ്ത്തി. SP എഴുന്നേറ്റ് വന്നു. റഹ്മാന്റെ കഴുത്ത് ലക്ഷ്യമാക്കി വെടിയുതിർത്തു. SP-യോട് പ്ലാൻ ചെയ്യുമ്പോഴേ ഹംസ പറഞ്ഞിരുന്നു, എന്ത് സംഭവിച്ചാലും നാട്ടിലേക്ക് എത്തുന്നവരെ റഹ്മാൻ ജീവനോടെ ഉണ്ടാകണമെന്ന്. SP ഹംസയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കഴുത്തിൽ മുറിവേറ്റ ഭാഗത്ത് അമർത്തി പിടിച്ചാ മതി, അവിടം വരെ ജീവൻ നിന്നോളും. ഹംസ അത്തരത്തിൽ ചെയ്ത് റഹ്മാനെ പൊക്കിയെടുത്തുകൊണ്ടോടി. ഒരു ഓട്ടോ പിടിച്ച് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ഇതിനിടയിൽ ആയുധമെടുക്കാൻ പോയി ഉസൈറിനെ വിളിച്ച് SP-യും സംഘവും ചതിച്ചെന്നും ആക്രമിച്ചെന്നും അർഷാദ് പപ്പുവാണ് പിന്നിലെന്നും ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു. തങ്ങൾ ചെയ്ത പ്രവൃത്തി അർഷാദ് പപ്പുവിന്റെ തലയിലേക്ക് അവൻ ഇട്ടുകൊടുക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും റഹ്മാൻ ബലൂജിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. റഹ്മാന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹംസ ശ്രമിച്ചു എന്ന തരത്തിലായിരുന്നു മൊത്തത്തിൽ വാർത്ത പുറത്തു വന്നത്. റഹ്മാനുമായി ആശുപത്രിയിലേക്ക് പോകുന്ന ഓട്ടോക്കാരൻ അത് സാക്ഷ്യപ്പെടുത്തി. അതോടെ ഹംസയ്ക്ക് വീണ്ടും ജനങ്ങൾക്കിടയിലും ഉസൈറിനിടയിലുമെല്ലാം വലിയ മതിപ്പ് തന്നെയുണ്ടായി. പിന്നീട് തിരികെ ഹംസ തന്റെ വീട്ടിലേക്കെത്തി. എലീന അവിടെ ഉണ്ടായിരുന്നു. ജീവനോടെ വന്ന ഹംസയെ കണ്ട് സന്തോഷത്തോടെ അവൾ ചേർത്തു പിടിച്ചു. രാത്രിയിൽ ഹംസ തന്റെ രഹസ്യ പുസ്തകം തുറന്നു. അതിനുള്ളിൽ മറച്ചെഴുതി വെച്ചിരുന്ന റഹ്മാന്റെ പേരിലേക്ക് അവൻ നോക്കിയിരുന്നു. ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി. ഓപ്പറേഷൻ ദുരന്തർ IB ഡയറക്ടർ അജയ് സന്യാൽ കൊണ്ടുവന്ന പദ്ധതി. വർഷം 2002. ഇന്ത്യൻ ഏജൻസിനെ ട്രെയിനിങ് കൊടുത്ത് പാകിസ്ഥാനിലെ മാഫിയയുടെ ഭാഗമാവാൻ വേണ്ടി പറഞ്ഞുവിടുന്നു. പാകിസ്ഥാനി മാഫിയയാണ് പാകിസ്ഥാനിലെ തീവ്രവാദത്തിന് പിന്നിൽ നിന്നും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. ഉള്ളിൽ നിന്ന് വിവരങ്ങൾ ഇന്ത്യക്ക് ചോർത്തിക്കൊടുക്കുവാൻ വേണ്ടി അത്തരത്തിൽ തയ്യാറാക്കി
തയ്യാറാക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പിന്നീട് ഹംസ അലി മസാരിയായി മാറിയ ജസ്കിരാജ് സിംഗ് റംഗി ജയിലിൽ തൂക്കുശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജീവപര്യന്തം തടവിൽ കഴിഞ്ഞിരുന്ന ഒരുത്തൻ. അത്തരത്തിലുള്ളവരെയായിരുന്നു ദുരന്തർ ദൗത്യത്തിനായി അജയ് സന്യാൽ തിരഞ്ഞെടുത്തത്. അവരുടെ കൂട്ടത്തിലെ മിടുക്കരെ ജീവിതത്തിൽ ഇനി മുമ്പിലേക്ക് ദൗത്യങ്ങളൊന്നുമില്ലാതിരുന്ന അവർക്ക് അജയ് സന്യാൽ ദൗത്യം വെച്ചു കൊടുത്തു. സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാടുക. അങ്ങനെ അവരിൽ ഒരാളായി പാകിസ്ഥാനിലേക്ക് ലൈരിയിലേക്ക് വന്നെത്തിയ ഹംസ അലി മസാരി തനിക്ക് നൽകപ്പെട്ടിരുന്ന ആദ്യത്തെ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. റഹ്മാൻ ബലൂജിനെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. ഇനിയും ദൗത്യങ്ങൾ ബാക്കിയുണ്ട്. ദുരന്തർ തുടരുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.